വിജയകുമാർ, ഡ്രോണുകളിൽ പരിശോധന, ഹെലികോപ്റ്ററിൽ പരിശോധന, അങ്ങനെ അഞ്ചാം ദിവസം കുറച്ചുകൂടി യന്ത്ര സംവിധാനങ്ങൾ കൂടി ചേരുന്ന പരിശോധന, കർക്കശമായ പരിശോധന എന്ന് പറയാമോ വിജയകുമാർ? കാശ്മീർ കുറെ കൂടി സാങ്കേതിക സൗകര്യങ്ങൾ ഈ പരിശോധനയ്ക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ചൂരൽമലയിലെ പുഴ ഒഴുകിയ വഴിയിൽ കുറച്ച് നിലത്ത് കുറച്ച് ഉറപ്പുള്ള പ്രതലത്തിൽ ആ ഹെലികോപ്റ്റർ ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അതിന്റെ ദൗത്യം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തേത് 3 തവണ ഇവിടെ ഒരു ഏരിയൽ സർവേ നടത്തി മടങ്ങിയിരുന്നു. അതിനുശേഷമാണ് അത് ഇപ്പോൾ അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇന്ന് വ്യോമ നിരീക്ഷണം ഉണ്ടാകും എന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഡ്രോണുകൾ ഈ പരിശോധനയ്ക്കും അതുപോലെ മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ ഡ്രോണുകൾ ആ മേഖലയിൽ അനുവദിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നിരീക്ഷണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ദൗത്യം സേന ഹെലികോപ്റ്ററിനുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ ഈ പരിശോധനയ്ക്കും മറ്റുമായി ഇവിടെ ഒരുക്കുന്നുണ്ട്. അതിലൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ഐബോർഡ്, അതിന് സമാനമായ പരിശോധന തന്നെയാണ്. ആ പരിശോധന നടക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ രക്ഷാപ്രവർത്തകരെ സിഗ്നൽ കാണുന്ന മേഖലകളിലേക്ക്, അത് ചൂണ്ടിക്കാട്ടുന്ന മേഖലകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. കുറെ കൂടി ചെറുതായി, അതായത് ഗ്രൂപ്പുകൾ വലുതാവുകയും ചെറിയ ചെറിയ മേഖലകളിലേക്ക് അത് തിരിയുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ നിലയിലുള്ള തെരച്ചിൽ ആണ് നടക്കുന്നത്. വിശാലമായ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങൾ പല ഗ്രൂപ്പുകളായി തിരിച്ച്, പല മേഖലകളായി തിരിച്ച് ആ മേഖലകളിലേക്ക് ദൗത്യ സംഘത്തെ അയക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആ ഹെലികോപ്റ്റർ വീണ്ടും അവിടെ നിന്ന് പറന്നുയരാൻ ശ്രമിക്കുകയാണ്. അത് എന്തോ ചില ക്രമീകരണങ്ങൾക്ക് ഈ ആർമിയെ അതുപോലെ സേനാ വിഭാഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അവിടേക്ക് വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിനെന്തെങ്കിലും ദൗത്യമുണ്ടായിരുന്നോ എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല. എയർലിഫ്റ്റ് ചെയ്യാനോ എയർ ഡ്രോപ്പ് ചെയ്യാനോ പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് റോഡ് ഗതാഗതം കുറെ കൂടി സുഗമമായ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റെന്തോ ആർമിയുമായി ബന്ധപ്പെട്ട, സേനാ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ദൗത്യമാണ്. അത് പൂർത്തിയാക്കി ആ ഹെലികോപ്റ്റർ മടങ്ങാൻ ഒരുങ്ങുകയാണ്. നമ്മൾ ഈ കാണുന്നത് ഈ പറയുന്ന പുഴ, ഈ ചൂരൽമലയിൽ ആ പുഴ നാശം വിതച്ചൊഴുകിയ ഭാഗത്ത് നേരത്തെ ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരുന്നത് ഒരു റോഡ് ആയിരുന്നു. ചൂരൽമലയിൽ നിന്ന് പാലം ഇറങ്ങി മുന്നോട്ട് പോകുന്ന ഒരു റോഡായിരുന്നു. ആ റോഡ് ഏതാണ്ട് അട്ടമലയിലേക്കൊക്കെ പോകുന്ന റോഡായിരുന്നു. ആ റോഡ് പൂർണ്ണമായും ഏതാണ്ട് മണ്ണ് കൂമ്പാരമായിരുന്നു. പക്ഷെ ഇന്നലെ അത് അവിടെ കുറെ മണ്ണ് നീക്കം ചെയ്ത് അതൊരു പ്രതലമാക്കി കുറച്ച് ഉറപ്പിച്ചിരുന്നു. ആ ഭാഗത്താണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങി ആളുകളെ എയർലിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഭാഗം തന്നെയാണ്, അവിടെ തന്നെയാണ് നേരത്തെ ഭക്ഷണപ്പൊതിയുമായി ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുകയും ചെയ്തത്. ഏരിയൽ സർവേ നടത്തുന്നുണ്ടായിരുന്നു രാവിലെ 11 മണി മുതൽ. അതിനുശേഷമാണ് ഇപ്പോൾ അതവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അത് ലാൻഡ് ചെയ്ത ശേഷം ഇപ്പോൾ വന്ന ദിശയിലേക്ക് തന്നെ മടങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. അതിന് മറ്റെന്തെങ്കിലും ഒരു ദൗത്യം ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സാങ്കേതിക സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കി തെരച്ചിലിന് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ ഈ ദൗത്യത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഇന്ന് രാവിലെ മുതൽ, ഇന്നലെയും ഇന്നുമായി നമ്മൾ കാണുന്നത്. അതിന്റെ ഭാഗമായുള്ള അതിന്റെ പരിശോധനയാണ് അവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ദൗത്യം അറിയില്ല. എന്തായാലും നമ്മൾ ഇതുവരെ ദൗത്യ മേഖലയിൽ കാണാത്ത ധ്രുവും MH-17 അല്ലാത്ത ഒരു ഹെലികോപ്റ്ററാണ്. അത്തരത്തിലുള്ള ഹെലികോപ്റ്റർ പല ദൗത്യങ്ങളുണ്ട്. അത് നമുക്കെല്ലാം അറിയില്ല. ഇത് സാധനം കൊണ്ടുവരാനോ കൊണ്ടുകൊടുക്കാനോ ഒന്നുമല്ല, ആളെടുക്കാനോ ഒന്നുമല്ല. എന്തോ ചില സന്ദേശങ്ങൾ കൈമാറാൻ വന്ന ഹെലികോപ്റ്ററാണ്. അത് അവിടെ ഇറങ്ങിയതിനു ശേഷം അത് വീണ്ടും ലിഫ്റ്റ് ചെയ്ത് അത് പോവുകയാണ്.